ചേമ്പല്ലത് ചേമ്പ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് മുളച്ചിക്കണം. എവിടെ എന്റെ പൊന്നാറിനും മിഞ്ഞാന്നല്ലപ്പോ ഞാൻ ബ്ലാങ്കറ്റ് ഒക്കെ തിരുമ്പി കൊണ്ടുവന്നേ. ഇത് തന്നെ ഒരു പണിയാ. അല്ല കളിയാക്കിയത് നിക്ക്, കളിയാക്കിയതല്ല. മൂത്ര വെക്കുമ്പോ പെച്ചിനെ വിളിച്ചാ പോരെ. ആ കളിയാക്കിയിട്ടില്ല. ഇത് പെച്ചിനെ കൈമ ചേമ്പാണ്. ഹലോ ഗായ്സ്, അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ചേമ്പും കറി യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുക, തേങ്ങ അരക്കാണ്ടാണ് വെക്കുക, ഇത് തിന്നു കഴിഞ്ഞാൽ ചൊറിയോന്നുള്ളത്. പണ്ട് ഇതേമാർക്ക് എൻ്റെ അമ്മ പണ്ട് ചേനക്കറി ഉണ്ടാക്കിയാണ്ട് എന്ത് ചെയ്തിരിക്കണേ, 36 അടുപ്പത്ത് വെച്ചിട്ട് 36 തോട്ടിൽ കുളിച്ചാൻ വേണ്ടി പോയിക്കണം. 36 തോട്ടിൽ പോയി കുളിച്ച അവിടുത്തെ കുടുംബശ്രീയിലുള്ള ആളുകളോടൊക്കെ മുഴുവൻ വർത്താനം പറഞ്ഞിട്ട് വന്നപ്പോത്തിന് വൈകുന്നേരം 4 മണിക്കാണ്. ഈ ചേമ്പ് വെച്ച് ചേന വെച്ച ചട്ടി കറി എന്ത് ചെയ്തിരിക്കണ്, തീയൊക്കെ കെട്ടുകൊണ്ട് പതുക്കെ വേവുന്നത്. എനിക്കറിയില്ലാണ് അതിൻ്റെ ഗുഡൻസ്. കാരണം ഇമ്മ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ കുളിച്ച് വരുമ്പോഴത്തിന് പതുക്കെ വെന്താൽ മതി എന്നുള്ള രീതിയിലാണ്, കനലിലാണ് ഈ സംഭവം. ഞാൻ സ്കൂൾ വിട്ട് വന്നുകൊണ്ട് ഉച്ചക്കേറ്റ സ്കൂൾ വിട്ട് വന്നിട്ട് എന്ത് ചെയ്തിരിക്കണം, ഞാൻ ഈ ചേമ്പും കറി അടുപ്പത്തുണ്ടല്ലോ, അപ്പം അതും ചേമ്പും കറി ചോറ് കൊടുത്തുകൊണ്ട് തിന്നതേ ചോറുമുള്ളൂ. അണ്ണാക്ക് കൂടെ ഒക്കെ ചൊറിഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് സാവിത്രി ചേച്ചി ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ലേ. അന്ന് തുടങ്ങിയതാണ് ഞാനും സാവിത്രി ചേച്ചി ഒരു ഡിഗ്ലോറിഫിക്കേഷൻ. കാരണം ആ ചൊറിച്ചിലാണ് സാവിത്രി ചേച്ചിനെ ഞാൻ സ്നേഹിച്ചത്. അപ്പം എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എനിക്ക് യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കമൻറ്റാണ്. പക്ഷേ ഞാനൊരു മറുപടി തരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. എന്നാലും അതേ ഒരു കമൻറ്റ് തന്നെ കുറേ ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇടുന്നത്. ഇനി ഞാനിത് ഇടുമ്പോഴത്തിന് പോയി പറയരുത്. എന്തിനറിയോ, ഞാൻ എൻ്റെ എക്സ് വൈഫിനെ വെച്ച് റീച്ച് ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. അപ്പം ഞാനത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പറയാനുള്ളൊരു കാരണം പിടിച്ചെന്ന് മറ്റേ ദൃഷ്ടികൊണ്ട് പോകും. ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അതേമാർക്ക് ഷെരീഫ് ഏതൊരു പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ മെസ്സേജ് ഇതാണ്, അവൻ എനിക്കെതിരെ വീഡിയോ ഇടണം, അപ്പം ഞാൻ അവനെതിരെ വീഡിയോ ഇടും, അപ്പം അവന് കുറേ റീച്ച് കിട്ടും, കുറേ സബ്സ്ക്രൈബ്സ് കിട്ടും. അപ്പം പിന്നെ നീ ഇത്രയും നേരം പിന്നെ എങ്ങനെ ഷെരീഫ് റീച്ച് ഉണ്ടാക്കിയതും സബ്സ്ക്രൈബ്സ് ഉണ്ടാക്കിയതും അങ്ങനെ തന്നെയല്ലേ, അല്ലാണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ലല്ലോ. എൻ്റെ വീഡിയോസിൽ തുടക്കുന്ന ടൗവല് എൻ്റെ വീഡിയോസിൽ എൻ്റെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പറ്റി പറയുന്ന വീഡിയോസുകളുള്ളത്. അല്ല മറ്റുള്ള ഒരാളെ പറ്റിയിട്ട് അങ്ങനെ പറയുന്ന വീഡിയോസുകൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും കയറി വരുന്നത്. അപ്പോൾ ഷെരീഫ് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതല്ല ഓക്കെ, ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഷെരീഫിന് ഞാൻ കുറ്റം പറയുമ്പം ഷെരീഫ് അത് എന്നെ ഇട്ടുകൊണ്ട് തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് റീച്ച് കൂടും, എന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളതാണ് ഷെരീഫ് പറയുന്നത്. അത് ഒരു നടപടിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ഷെരീഫ് ഒന്നും കൂടി പരിശോധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റീച്ച് ഞാൻ തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചും എനിക്കുണ്ട്. അത് ഒരാൾ മോശമായിട്ട് പറഞ്ഞിട്ടൊന്നും ഇന്ന് വരെ അങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇപ്പം ഈ ഇട്ട കമൻറ്റിന് ഞാൻ അതിന് മറുപടി കൊടുക്കണം അല്ലേ, എൻ്റെ ചേനക്കറി ശരിയായിട്ട് വേണ്ടിയിട്ടോ. ഞാൻ ഈ ചേന ഒന്ന് തൊലിക്കട്ടെ. ഇതിപ്പോൾ തൊലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിയോണുള്ള പേടിയാണ്, ഞാൻ വെറുതെ മേടിച്ചതാ സംഭവം. അപ്പം രണ്ടാമത് ഷെരീഫ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പാവം പിടിച്ചൊരു പെണ്ണിൻ്റെ അതേമാതിരിക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വലിച്ച് കീറിയിട്ടാണ് ഞാൻ റീച്ച് ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെ സംഭവം ഇവിടെ ഇല്ല, അങ്ങനെ നടന്നിട്ടുമില്ല. പിന്നെ ആളുകൾ ചോദിക്കുന്നത് ഇപ്പം ഈ ഒരു കമൻറ്റ് ഇട്ടപ്പം ഈ ഒരു സ്ത്രീ ഒരു കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് ഷെരീഫ് ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ പബ്ലിക്കിനോട് പറയുന്നത് അല്ലേ. ഷെരീഫ് രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവനെതിരെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അവനും പിന്നെ എന്താ വ്യത്യാസമുള്ളത്. അപ്പൊ പിന്നെ നീ സാജിദക്കെതിരെ വീഡിയോ ഇട്ടപ്പോൾ നീയും സാജിദ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ നീ ചെയ്യുന്നത് റോങ് ആയിട്ടുള്ള, കാരണം ആ ഒരു വ്യക്തി ജീവിച്ചോട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു വ്യക്തി സമൂഹത്തിൽ ജീവിച്ചോട്ടെ, നമുക്ക് ഒരാളെ അന്നം മുടക്കാനുള്ള ഒരു ഇത് നമുക്കില്ല. അവരെങ്ങനെ വേണം ജീവിക്കട്ടെ. അവരിങ്ങനെ മഹൽ കമ്മിറ്റി ചെയ്തോ, അത് നിങ്ങളെ മഹൽ കമ്മിറ്റിനെ പുറത്താക്കാൻ പറ്റുള്ളൂ, അത് മഹലിനെ പുറത്താക്കാൻ പറ്റുള്ളൂ, അത് പള്ളിക്കാട്ടിനെ പുറത്താക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കബറടക്കം ചെയ്യാൻ ആ മഹലിൽ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മഹലിൽ നിന്നും എടുത്ത് ഒഴിവാക്കാനൊന്നും പറ്റുന്നില്ല. അത് ശരിക്കും വേണ്ട മാതിരിക്ക് കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്കാരെന്ത് ചെയ്യും, ഇന്ന് മൂഞ്ചണ്ടി വരും. അങ്ങനെ മഹലിൽ നിന്ന് ഒരു വ്യക്തിയെ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നില്ല.
ഈ പറഞ്ഞ സാജി മാത്രമേ ഉള്ളൂ ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ ദുൽമുണ്ടാക്കിയെടുക്കുന്നത്. ഒരു മഹല്ല് കമ്മിറ്റിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അത് ഓള് മാന്യമായിട്ട് നല്ല രീതിയിൽ ഇതിന്റെ പുറകെ പോയാണ്ടല്ലോ മഹല്ല് കമ്മിറ്റി നന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കാവലൊന്നും കൊടുക്കേണ്ടി വരും. ഓൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ചിലപ്പോൾ നീയും നിന്ന് കൊടുക്കേണ്ടി വരും. അത് എനിക്ക് അതിനെ പറ്റി അറിയത്തോണ്ടാണ് സംഭവം, മനസ്സിലായോ? എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പോൾ ഒരു പെണ്ണിനോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രി സാജിയാണ് എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നു എന്നുള്ളത് നീ വേറൊരു പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹേർട്ടായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പം എന്താ പെണ്ണിൻ്റെ നിലവാരം എന്നുള്ളത് ഇപ്പം തന്നെ ഞാൻ ആ വോയിസ് കൊണ്ടാണ്, എൻ്റെ വോയിസാണ് ഇതുള്ളത്. രാത്രി കാലങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് സാജിയാണുള്ളത്. അത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പം നീ ഒരു പെണ്ണിന് എത്രത്തോളമാണ്, അതും നീ വേറൊരു പെണ്ണിനാണ് അത് അയച്ചു കൊടുത്തിട്ടുള്ളത്. ആ പെണ്ണിനായിട്ട് നീ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ മനസ്സിലാവില്ല. അതായത് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ സാജിയാണ് എൻ്റെ വികാര വിചാരങ്ങൾ ശരിയാക്കി തരുന്നത് എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഈ സാജിന്റെ പേരും പറഞ്ഞാണ്ട് നീ മറ്റുള്ളവരെ പിടിക്കുന്ന പരിപാടികളാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ നീ അങ്ങനെ പറയില്ലായിരുന്നു സംഭവം, എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ. അത് നീ പറഞ്ഞു. പക്ഷെ ഇല്ലാത്തൊരു കാര്യം, അതായത് ഞാൻ സാജിനായിട്ട് ഒരു പേഴ്സണലായിട്ട് ഒരു ബന്ധമോ ഒരു മെസ്സേജോ ഒരു ചാറ്റോ ഒരു കാര്യങ്ങളോ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കലോ ഒന്നുമില്ല. എന്നാൽ പിന്നെ നീ പറഞ്ഞത് ശരിയാണ്, രാത്രി കാലങ്ങളിൽ ഞാൻ എൻ്റെ വിചാരങ്ങൾ ഞാൻ തീർക്കുന്നുണ്ട്. പക്ഷെ അത് സാജിനായിട്ടല്ല, അത് വേറെയുള്ള ആളുകളായിട്ടാണ്. അത്രേ ഉള്ളൂ സംഭവം. അപ്പം വൈ പറഞ്ഞു വരുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഒരു കമൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രത്തോളം സിമ്പതി എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ടായിരുന്നു. ആ സിമ്പതി കാരണമാണ് ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സായി നിൽക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ കൂടെ കൂട്ടിയതാണ് ഞാൻ ചെയ്തിട്ടുള്ളൊരു സിമ്പതി. നല്ല സിമ്പതി അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, ഒരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുകയാണ്. അത് സാമ്പത്തികപരമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സാമ്പത്തികപരമായിട്ടല്ല, നമുക്ക് സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരാണ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പം അത് സാമ്പത്തികം നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഉമ്മാക്ക് അടുക്കളപ്പണി എടുക്കാനോ, എൻ്റെ ഉപ്പാക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ എൻ്റെ വീട് ക്ലീൻ ആക്കാനോ വീട് വൃത്തിയാക്കാനോ ഒന്നുമല്ല ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ കൂടെ കൂട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടോട്ട് ഞാനത് കല്യാണം കഴിച്ചത്. അപ്പോൾ ഫാസ്റ്റ് ഓഫ് ലൈഫിൽ അവരൊരു ഡിവോഴ്സ് ആണോ ഇല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് ഒരു സിമ്പതിയാണ്. ഹലോ, പറയൂ. ശരിയുണ്ട്. ഞാനിപ്പോൾ വീട്ടിലുള്ളത് ഒരു 1/2 മണിക്കൂർ ഞാൻ അയച്ചുതരാം. ഓക്കെ. അപ്പം ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ചിലപ്പം ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളതും കൂടെ കൂട്ടിയിട്ടുള്ളതൊക്കെ. അപ്പം അതൊരു സിമ്പതിയാണ് സംഭവം. പിന്നെ ലൈഫിൽ തീരെ പറ്റാണ്ടായപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റി, എല്ലാ അവസരങ്ങളും, എല്ലാ ക്ഷമകളും നശിച്ചപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ലൈഫിലോട്ട് പോകുന്നു. ഇപ്പോൾ ഇതാക്കുന്ന ഇവിടെ ചേനക്കറി ഉണ്ടാക്കിയിട്ടും അടുക്കള പണി ഇതാക്കിയിട്ടും സ്വന്തമായിട്ട് ജീവിക്കുകയാണ് വിചാരിച്ച്. അത്രേ ഉള്ളൂ സംഭവം. അത് നാട്ടിലല്ല കേട്ടോ, ഇവിടെയാണ് ജീവിക്കുന്നത്. എവിടെയാണുള്ള നിങ്ങൾ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സമാധാനം, ഹാപ്പി ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു വ്യക്തിയോട് സിമ്പതി തോന്നേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല, അവരെ അന്നം മുടക്കിയിട്ടില്ല, അവരോട് ഞാൻ തല്ലാൻ പോയിട്ടില്ല. 10-14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നവരെ അതിനെ തല്ലാനോ പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിന്നിട്ടൊന്നുമില്ല ഞാൻ. അപ്പം ഈ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ പറയാണ്, ഏറ്റവും കൂടുതൽ സിമ്പതി തോന്നിയിട്ട് നിങ്ങളെ ഭാര്യൻ്റെ അടുത്ത്. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരു വസ്തുവിന് നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ പല തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തേക്കാരം? ചിലപ്പോൾ ഒരേ വീട്ടിലേക്കാരം, 2 ബെഡ്റൂമിലേക്കാരം, ചിലപ്പോൾ ഒരേ ബെഡിലായിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കണ പോലെയൊക്കെയാണ് അല്ലേ. അപ്പം അതിലും നല്ലത് നമുക്ക് നമ്മുടെ നാട്ടിലെ ലൈഫ് നോക്കി മുന്നോട്ട് പോവുക. പിന്നെ അവിടെ എല്ലാം ക്ഷമിച്ച് എല്ലാം ചിലതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ചില പെൺപിള്ളേർ പെണ്ണുങ്ങൾ വന്നിട്ട് കുറേ അമ്മായികൾ വന്നിട്ട് പറയും ക്ഷമിച്ചാണ്ട് ജീവിച്ചുകൂടെ എന്ന് പറയും. അവനാൻ്റെ ലൈഫ് ക്ഷമിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. ഇല്ലല്ലോ, നിങ്ങളാരും ക്ഷമിക്കുന്നില്ലല്ലോ. നിങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നത്? അപ്പം
ഇതാണ് ഞാൻ സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ് വൈഫിനോട് എനിക്ക് സിമ്പതി തോന്നേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന് മുന്നേ പറഞ്ഞതാണ്, എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെ പറയാനുണ്ട്, ഒരുപാട് കണ്ടന്റുകളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഈ കമന്റ് ഇട്ട വ്യക്തിനോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഞാൻ ക്ഷമിച്ചു സഹിച്ചു ഒക്കെ തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ളൊരു എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടുകയാണെങ്കിൽ അതെൻ്റെ മക്കൾക്ക് മേടിച്ച് കൊടുത്തിട്ട് അവർക്ക് തിന്നാൻ കൊടുത്തിട്ടും അവർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടും അവരെ കൊണ്ട് കറങ്ങിയിട്ടും ജീവിക്കുന്ന ജീവിതമാണ് എനിക്ക് നല്ലത് തോന്നി. പിന്നെ ഷെരീഫ് പറഞ്ഞ വേറെ കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിലുണ്ട്. റീച്ച് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോസ് ഇട്ടാൽ അത് കാണും, അത് റീച്ച് ആവും.